ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ഗായത്രിയുടെ പ്രതിബിംബം ഗായത്രിയോട് ചോദിക്കുകയാണ്, നിന്റെ മരണശേഷം വിശാൽ സാറിനെ ആര് രക്ഷിക്കും? കാലം നിനക്കായി എന്തോ കാത്തു വച്ചിട്ടുണ്ട്. അതറിയണമെങ്കിൽ ആ കാലം വരുന്നതുവരെ നീ കാത്തിരിക്കുക തന്നെ വേണം. എന്താ സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞ് പ്രതിബിംബം മായുകയാണ്. തുടർന്ന് ഉദയനൂരമ്മയെ നോക്കിക്കൊണ്ട് പാറു കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഉദയനൂരമ്മേ, എൻ്റെ വിശാൽ സാറിന് ഒരാപത്തും വരാതെ കാത്തു രക്ഷിക്കണേ. അമ്മയോടല്ലാതെ എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയാനാ? പിന്നീട് കാണിക്കുന്നത് പൂജയുടെ പ്രസാദം എല്ലാവർക്കും കൊടുക്കുന്ന ഗാർഗിയാണ്. അതേസമയം ശ്രീദേവി ഏൽപ്പിച്ച ഗായത്രിയുടെ സ്വത്തുക്കളുടെ ഫയലും ആ താക്കോൽ കൂട്ടവും കൊണ്ട് പാറു അങ്ങോട്ടേക്ക് വരുന്നു. ഈ സ്വത്തുക്കളും പണപ്പെട്ടിയുടെ താക്കോലും ഒന്നും തന്നെ എനിക്ക് വേണ്ടെന്ന് പാറു പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും ജാസ്മിനും. എന്തുപറ്റി, പെട്ടെന്നെന്താ നിനക്ക് ഇങ്ങനെയൊരു തീരുമാനമെന്ന് പ്രഭാവതി ചോദിക്കുന്നു. വിധവയാകുമെന്ന് കരുതി മുൻകൂട്ടി നീ എല്ലാം ഉപേക്ഷിക്കുകയാണോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, അമ്മേ, വെറുതെ ഓരോന്ന് പറഞ്ഞ് പാർവതിയെ വിഷമിപ്പിക്കാൻ നിൽക്കരുത്. സാരമില്ല വിശാൽ സാർ, ഞാനും ചില നിമിത്തങ്ങളൊക്കെ കണ്ടു, അതുകൊണ്ടാ. പാർവതി, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഒരു ജോത്സ്യനെ കണ്ട് പരിഹാരം കാണാമെന്ന്. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, അതൊന്നും കൊണ്ടല്ല ഞാൻ സ്വത്തൊക്കെ നിങ്ങൾക്ക് തന്നത്. എനിക്കിതൊന്നും വേണ്ട. പണത്തിനേക്കാൾ മൂല്യം ബന്ധങ്ങൾക്കല്ലേ. എനിക്കത് മതിയെന്ന് പാറു പറയുമ്പോൾ പ്രതാപം പറയുകയാണ്, വെറുതെ അല്ലല്ലോ പാർവതി, വിധവയാകുമെന്ന് നിനക്കും തോന്നിക്കാണും, അതുകൊണ്ടല്ലേ നീ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചത്. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, എല്ലാം ഉപേക്ഷിച്ച സ്ഥിതിക്ക് നീ ഒരു കാര്യം ചെയ്, ആ കഴുത്തി കിടക്കുന്ന താലിമാലയും കൂടി ഇങ്ങൂരി വെച്ചേക്ക്. വിധവകളെ അത് ഊരി വെക്കണം. പിന്നെ നിനക്ക് തനിച്ചഴിച്ചെടുക്കാൻ എന്തെങ്കിലും പ്രയാസമാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേണമെങ്കിൽ നിനക്ക് ഊരിത്തരാം. ഇതൊക്കെ നീ എന്തിനാ ജാസ്മിനെ ചോദിക്കുന്നത്? അങ്ങ് ഊരി കൊടുക്കാൻ പ്രതാപം പറയുമ്പോൾ പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ജാസ്മിൻ. തുടർന്ന് ജാസ്മിൻ പാറുവിൻ്റെ താലി പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അച്ചമ്മ ദേഷ്യത്തോടെ ജാസ്മിൻ എന്ന് വിളിക്കുകയാണ്. എന്നിട്ടും ജാസ്മിൻ ആ താലിയിൽ തൊടാനൊരുങ്ങുമ്പോൾ വിശാല ദേഷ്യത്തോടെ പറയുകയാണ്, ജാസ്മിൻ, നീ ആ താലി തൊട്ടുപോകരുത്. പാർവതിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഉണ്ടല്ലോ, അത് ഞാൻ കെട്ടിയതാണ്. ഞാൻ കെട്ടിയ താലിയാണെങ്കിലും അതഴിക്കാനുള്ള അർഹത എനിക്ക് പോലുമില്ല. ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ വിശാലിനെ നോക്കുകയാണ്. ആ താലിയെ വെറും സ്വർണമല്ല, പാർവതിയുടെ ജീവന്റെ പാതിയാണ്. അതുകൊണ്ട് നീ അത് തൊട്ടുപോകരുത്. തൊട്ടാലേ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. ഇത് കേൾക്കുന്ന ജാസ്മിൻ പേടിയോടെ വിശാലിനെ നോക്കുകയാണ്. പാർവതി, നീ എന്താ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചതെന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, വേണ്ട അച്ചമ്മേ, എനിക്കെന്റെ താലിയും സീമന്തവും മാത്രം മതി. അതുപോരാ, നിനക്ക് തന്നത് നീ തന്നെ വെക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ആ താക്കോൽ കൂട്ടവും ഫയലും അച്ചമ്മ പാറുവിനെ ഏൽപ്പിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും സുശീലയും. പെട്ടെന്ന് പാറു തിരിച്ച് ആ മേശപ്പുറത്തേക്ക് ആ താക്കോൽക്കൂട്ടം വെക്കുമ്പോൾ അച്ചമ്മ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ആ താക്കോൽക്കൂട്ടം എടുക്കാനായി ഒരുങ്ങുമ്പോൾ വിശാൽ പെട്ടെന്ന് ചെന്ന് ആ താക്കോൽക്കൂട്ടം തൻ്റെ കയ്യിലേക്ക് ആക്കുകയാണ്. തുടർന്ന് വിശാല ദേഷ്യത്തോടെ പ്രഭാവതിയെ നോക്കി പറയുകയാണ്, ഇത് എൻ്റെ അമ്മ പാർവതിക്ക് കൊടുത്തതാണ്. ഇത് ആരുടെ കയ്യിലിരിക്കണമെന്ന് എൻ്റെ അമ്മയാ തീരുമാനിക്കുന്നത്. തൽക്കാലം ഇത് പാർവതി ഇപ്പോൾ എടുക്കാത്ത സ്ഥിതിക്ക് എൻ്റെ കയ്യിലിരിക്കട്ടെ. ഇത് എൻ്റെ കയ്യിലിരുന്നാൽ തൽക്കാലത്തേക്കെങ്കിലും നിന്നോടാരും മോശമായി സംസാരിക്കില്ലല്ലോ. അത്രയും പറഞ്ഞ് വിശാൽ ചിരിച്ചുകൊണ്ട് ആ താക്കോൽക്കൂട്ടത്തിലേക്ക് നോക്കുമ്പോൾ നാണം കെട്ട് നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. തുടർന്ന് പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും മുകളിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയും ജാസ്മിനെയുമാണ്. പ്രതാപനും ജാസ്മിനും പറയുകയാണ്, എന്നാലും എന്താകും കാരണമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇത് കേൾക്കുന്ന പ്രഭാവതിയും പറയുകയാണ്, എന്തോ പ്രശ്നമുണ്ട്. പാർവതി എന്തിനാകും ആ താക്കോൽക്കൂട്ടവും ഡോക്യുമെന്റ്സുമൊക്കെ തിരികെ കൊടുത്തത്? എന്തുകൊണ്ടാണെന്ന് ഉടനെ കണ്ടുപിടിക്കണം പ്രതാപ. ചേച്ചി, എനിക്ക് തോന്നിയത് ഞാൻ പറയാം. അവള് അവരുടെയും സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെ മനഃപൂർവ്വം ചെയ്തതായിരിക്കും. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, അല്ല, ഇതിന്റെ പിന്നിൽ എന്തോ ശക്തമായ കാരണം തന്നെയുണ്ട്. എന്താണെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ഇന്നലെ മുല്ലപ്പൂ വെച്ച് തുള്ളിച്ചാടി വന്നവള് അപ്പാടെ മാറിയിരിക്കുന്നു. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. വിശാലമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യം നമ്മൾ അറിയണം. തുടർന്ന് പ്രതാപം പറയുകയാണ്, അവളോട് ചെന്ന് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു നോക്കിയാലോ? എൻ്റെ അങ്കളെ, അതൊന്നും നടക്കാനേ പോകുന്നില്ലെന്ന് ജാസ്മിൻ പറയുന്നു. എന്താണെങ്കിലും ഒന്ന് വിശാലിനോട് ചോദിച്ചു നോക്കാൻ പ്രതാപം പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഞാൻ സെന്റിമെന്റ്സ് കാണിച്ചാൽ അവൻ അതേ നാണയത്തിൽ എനിക്കും സെന്റിമെന്റ്സ് തന്നെ തരും. അതുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നീട് കാണിക്കുന്നത് പാറു പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതേസമയം പാർവതി എന്ന് വിളിച്ചുകൊണ്ട് വിശാല് താഴേക്ക് വരുന്നു. പെട്ടെന്ന് ആ അഘോരി പറഞ്ഞ കാര്യങ്ങളെല്ലാം പാറുവിന് ഓർമ്മ വരികയാണ്. പേടിയോടെ വിശാലിനെ കണ്ട് മാറി നിൽക്കുകയാണ് പാറു. എന്താ പാർവതി, നീ എന്താ ഇങ്ങനെ നിന്ന് വിയർക്കുന്നത്? നിനക്ക് എന്തു പറ്റിയെന്ന് വിശാല് ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, വേണ്ട, വിശാൽ സാർ എൻ്റെ അടുത്തേക്ക് വരരുത്. കാര്യം പറയുമ്പോൾ
ഒന്നുമില്ലെന്നും വിശാൽ സാറിന് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ മുറിയിലേക്ക് കൊണ്ടുതരാമെന്നും പാറു പറയുന്നു. എന്താണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകാനേ പോകുന്നില്ല. നീ എനിക്ക് ഒരു ഗ്ലാസ് ചായ കൊണ്ട് താദ്യം. അതേസമയം ഇതൊക്കെ കണ്ടുകൊണ്ട് പ്രതാപനും പ്രഭാവതിയും അവിടെ മാറി നിൽക്കുകയാണ്. തുടർന്ന് പാറു ചായ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ വിശാല് ചായ കുടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പാറു പെട്ടെന്ന് വാങ്ങി അത് രുചിച്ചു നോക്കുകയാണ്. എന്താ നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് ഒന്നുമില്ലെന്നും എന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാണെന്നും പാറു പറയുന്നു. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് വിശാല് പറയുകയാണ്, നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലാകുന്നുമുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നേ പിന്നെയാ നീ ഇങ്ങനെ. എന്താണെങ്കിലും നീയായിട്ട് തുറന്നു പറയണം എന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോകുമ്പോൾ പ്രഭാവതി പ്രതാപനോട് പറയുകയാണ്, ഏതോ ക്ഷേത്രത്തിന്റെ കാര്യം അവർ പറയുന്നത് കേട്ടില്ലേ? എന്തോ ശക്തിയുള്ള ക്ഷേത്രമാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് നമുക്കത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പിന്നീട് കാണിക്കുന്നത് പാറു ഉദയനൂരമ്മയുടെ അടുത്ത് നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് ഗായത്രി വരികയാണ്. അമ്മ എൻ്റെ ജീവൻ എടുക്കണം, ഇല്ലെങ്കിൽ വിശാൽ സാറിന് ഞാൻ കാരണം ആപത്തുണ്ടാകുമെന്ന് പറഞ്ഞ് പാറു കരയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ പാറുവിനെ നോക്കുകയാണ് ഗായത്രി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.